എവിടെയായിരുന്നു ഇതുവരെ? വലിയേട്ടൻ ഉറങ്ങിയോ? എപ്പോഴേ? ആ പിന്നെ കുഞ്ഞേട്ടാ, ആ വാരീച്ചേര ആള് കേമി തന്നെ. എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് വലിയേട്ടനോട്? അയ്യോ, എന്നിട്ട് വലിയേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, ചെവിയേട്ടൻ ഡൽഹിന്ന് വന്നാലുടനെ കുഞ്ഞേട്ടന്റെയും വാരീച്ചേരുടെയും കല്യാണം നടത്തി തരാൻ പോണെന്നോ, കമ്മീഷണറോട് 5 ലക്ഷം സ്ത്രീധനം ചോദിക്കാൻ പോണെന്നോ ഒക്കെ പറയുന്ന കേട്ടോ എടുത്തിയോട്. പെണ്ണേ, കളിക്കരുത്, വയറ്റിൽ തീയായോടെ. ഇത്രയൊക്കെ മഴ നനഞ്ഞ് നടന്നിട്ടും നിന്റെ തീ കെട്ടില്ലേ മോനെ ഹരിശങ്കര? ഏട്ടാ, ഇന്നാ തല തോർത്ത്. ഈയിടെ ഇത്തിരി കൂടുന്നുണ്ട് നിന്റെ ചുറ്റി സഞ്ചാരം. സൂക്ഷിച്ചു മതി ശകാരം. ഇനി ഇതിന്റെ പേരിൽ ഇവനെങ്ങാനും ചെന്ന് കമ്മീഷണർ സാറോട് പരാതി പറഞ്ഞാൽ അങ്ങേർക്ക് തള്ളാൻ പറ്റില്ല. എനിക്ക് സസ്പെൻഷനിലേക്ക് വീട്ടിൽ വരും. എവിടെയായിരുന്നാ ഈ പാതിരാവരെ? ഏട്ടാ, ഞാൻ കമ്പൈൻഡ് സ്റ്റഡീസ് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ആ കുട്ടി ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണെന്നല്ലേ സുധ പറഞ്ഞത്? ഇനി മുതൽ എന്റെ കുഞ്ഞിങ്ങനെ വെയിലും മഴയും കൊണ്ട് അലഞ്ഞു നടന്ന് പഠിക്കണ്ട കേട്ടോ. നീ കുറച്ച് രാസാദി പൊടിയെടുത്ത് ഇവനെ നിറകേട്ടൊന്ന് തിരുമ്മിക്കൊടു. പനി പിടിക്കാതിരിക്കട്ടെ. ഇന്ന് മിക്കവാറും രാപ്പനി വരും കുഞ്ഞേട്ടന്. ഇന്ന് ഞാൻ